അപ്പൊ നമ്മളിതാ കുറച്ച് അയിലക്കുട്ടന്മാരെ ഇവിടെ നന്നാക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടതാ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളിതാ കുറച്ച് മസാല ഓൾറെഡി ഇവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ മസാലകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മളിതിലേക്ക് കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നല്ല ജീരകം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. പിന്നെ നോർമലി നമ്മൾ അപ്പം അത്രയും മസാലകളാണ് നമ്മൾ ഇതിലിട്ടുള്ളത്. അപ്പം ഇതിൽ മുഴുവൻ മസാല ഞാനിതിലിടുന്നില്ല. അപ്പം ഇതിന് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കായം പരട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പം നന്നായിട്ട് ഇതെല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ പാകത്തിന് നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല കായം പരട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നമുക്ക് നന്നായിട്ട് ഇടാം. അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ മീൻ ഇതാ നന്നായിട്ട് കുറച്ച് നേരം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് നമ്മൾ ഒരു മീൻ കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ മേലുള്ള കുറച്ച് മസാല അതിൻ്റെ മേലിൽ തന്നെ ആക്കി. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സബോള നന്നായിട്ട് ആവശ്യത്തിന് കുറച്ച്. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ അമ്പാടി നമ്മൾ വന്ന് സല്ല് ചെയ്യുന്നു. കുട്ടികളെ അമ്പാടി സല്ല് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ തക്കാളിയും മല്ലിയാണ്. മഞ്ഞപ്പൊടി വീണ്ടും മണ്ണ് ഇളക്കുക. പാത്രം വെച്ചു. അപ്പം അതിലേക്ക് സകല മസാലയും അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്നാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. എല്ലാ പാലും നമ്മളിതിൽ നന്നായിട്ട് ഒഴിച്ച് നമ്മളെ മുളത്ത എല്ലാ മീനും ഇതിലേക്ക് നമുക്ക് ആ വണ്ടി കൊണ്ട് പോവായിരുന്നല്ലേ. കുരുമുളക് അതിലേക്ക് നമ്മൾ കുറച്ച് മസാല